പഴയതൊന്നും വയ്യ. മാമ ഇതേ എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഒരു 3-4 മണിക്കൂർ സത്യം പറഞ്ഞാൽ ശരീരം ഇങ്ങനെ വിയർത്ത് കുളിക്കുന്ന രൂപത്തിൽ എക്സസൈസ് ചെയ്തില്ലെങ്കിലേ അന്നത്തെ ദിവസം എനിക്ക് പോക്കാം. മാമൻ വരുന്നോ? ഞാൻ നിന്റെ കൂടെ വന്നാലേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഇവിടത്തെ പണി ആയി നോക്കും. ഇവിടുത്തെ പണി ഇവിടെ എന്താ പണി ഇരിക്കുന്നത്? നീ ആവശ്യമില്ലാതെ സംസാരിക്കില്ല കേട്ടോ, എന്റെ ബായി വല്ലതും കാക്കും ഞാൻ. ഹലോ 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 ഹലോ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, വാ കഴിക്കാം. റെഡിയതേ മാമൻ കൊറേ നേരമായിട്ട് എക്സസൈസ് ചെയ്ത് വിയർത്ത് കുളിച്ചിരിക്കുക. ഇനിയിപ്പോ ഒന്ന് കുളിക്കാതെ മാമന് ആഹാരം കഴിക്കാൻ പറ്റും. മാമൻ കുളിച്ചിട്ട് വരാം. ഞാൻ കൈയും കാര്യം കഴുകിട്ട് വരാം. അല്ല അത്തരം പണിയൊക്കെ ഉണ്ടോ മാമൻ? പിന്നെ ഞാനിതുവരെ കണ്ടിട്ടില്ല കൈയും കാലും കഴിയുന്നതും കുളിക്കുന്നതും. എങ്ങനെയുണ്ടോ അമ്മ? ഇത് നിങ്ങള് രണ്ടുപേരോടും ഉണ്ടാക്കിയാണോ? ഓ രണ്ടുപേരെന്ന് വെച്ചാൽ ഞാനാണ് കൂടുതൽ ഉണ്ടാക്കിയത്. എന്തോന്ന് കൂടുതൽ ഉണ്ടാക്കി? നീ എന്തോ അളന്നാ ഉണ്ടാക്കി? പിന്നെ അല്ലാതെ എളുപ്പമുള്ളതല്ല നീ ഉണ്ടാക്കിയിട്ട് പാടുള്ളത് എന്റെ തലയെ കൊണ്ട് വെച്ചിട്ട് എളുപ്പമുള്ളത് എപ്പോഴും ഈ ഇടിയപ്പം ആരാ ഉണ്ടാക്കിയത്? ഞാനാ ഉണ്ടാക്കി. ചായ ഞാൻ അവള്, മുട്ടക്കറി ഞാൻ പപ്പടോ അതേള്. അതെ ഇടിയപ്പം എന്ന് പറഞ്ഞാൽ കൊള്ളാല്ലേ? സത്യം പറയാൻ വളരെ മോശം ആണ്. ഞാൻ അപ്പോഴേ പറഞ്ഞത് എന്തില്ലെന്ന്. പിന്നെ ആകെപ്പാടെ ഒരു ചായയുണ്ട്, അതെന്ന് പറഞ്ഞാൽ വായി വെച്ച് കുടിക്കാൻ പറ്റില്ല. പിന്നെന്ത് അതാണ്ട് മുട്ടക്കറി നല്ല പുഴുങ്ങി വെച്ചേക്കുന്ന, പക്ഷെ കടിക്കാൻ എനിക്ക് പേടിയാ, തിരിച്ചു കടിക്കുമെന്ന് പേടിയാ. പിന്നെ ആണ്ടിരിക്കുന്ന പപ്പടം ഇത് എന്ത് കടി? പച്ചവെള്ളത്തിലാണോ വറുത്തത്? അപ്പൊന്നും പറയാല്ലേ? രുചിയൊന്നുമില്ല, വെറുതെ അവർ തിന്നും പോലെ തിന്നും. പിള്ളേരെ ഞങ്ങള് തമാശ പറഞ്ഞല്ലയോ? ഞാൻ ഇടയ്ക്ക് പിടിച്ചോർന്നു പോണ. നല്ല ടേസ്റ്റ്. അതേ എനിക്ക് അയ്യോ സമയം പോയി. ടൗണിൽ വരെ പോണം. എന്തിന് ടൗണിൽ? എന്തിന്? അല്ല എല്ലാ കാര്യവും എന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് അങ്ങോട്ട്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ പറയണ്ടേ? അത് വേറെ കാര്യമുണ്ട്, അത്യാവശ്യ കാര്യമാണ്. മാമന് പല കാര്യങ്ങൾ കാണും, അതൊന്നും നീ ചോദിക്കേണ്ട കാര്യമില്ല. അതെ. പിന്നെ ഞാനീ ടൗണിൽ പോകുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. രാമൻ വരുമ്പോ അവന്റെ അടുത്ത് പറഞ്ഞിട്ട് ആ സാധനങ്ങൾ വാങ്ങിക്കാം. നിങ്ങൾക്ക് സമയമില്ലോടി, കഴിയുക പറഞ്ഞത് കേട്ടാ? രാമൻ വരുമ്പം പറയണം സാധനങ്ങൾ മാറ്റോണ്ട് വരാൻ. കേട്ടോ? ചുപ്പിങ് എടുത്ത്
കരിയുന്നുണ്ടോ എന്നൊരു സംശയം. ഒന്നും കരിയുന്നില്ല. കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തുണ്ടോ? സമ്മതിക്കല്ലോ ചുമ്മാ ഇരിക്കാൻ. അയ്യോ, സമയത്ത് വേണമെങ്കിൽ എടുത്തോണ്ട് വന്നാ മതി. വാഷ് ചെയ്യണം. വാഷ് ചെയ്താ വച്ചത്. ആ ദാ നീയല്ലേ വാഷ് ചെയ്തേ? അതെ, ഇനി നീ വാഷ് ചെയ്തോ. ഓ വാഷ് ചെയ്തേനെ വെച്ചേ. എന്ത് വാടി വൃത്തിയില്ലാത്തവളെ. ചേച്ചി ചേച്ചി ആ എടി എനിക്കൊരു സംശയം. എന്ത്? മാമനെ ഈ ഇടയായിട്ട് ടൗണിൽ പോക്ക് ഇച്ചിരി കൂടുതലല്ലേ? ഈ മാമന് മാമന്റേതായിട്ടുള്ള ആവശ്യങ്ങൾ കാണൂലേ? എടി ആണുങ്ങളെ സൈക്കോളജി അനുസരിച്ച് കൊടുക്കുക, ഇപ്പം എന്തെങ്കിലും കള്ളത്തരം കാണിക്കുകയാണെങ്കിൽ അവര് നമ്മുടെ അടുത്ത് പെട്ടെന്ന് ദേഷ്യപ്പെടും. മനസ്സിലായോ? എന്തെങ്കിലും ആവണം. എടി അങ്ങനെയാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നേരത്തെ മാമൻ ടൗണിൽ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു മാമ എന്തിനു പോണേ? പറയണേ അങ്ങനെ ചാടിക്കടിച്ചെന്തിന്? എന്റെ ആവശ്യമുണ്ടോ? എടി ആണുങ്ങളുടെ സൈക്കോളജി നിനക്ക് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. അത് ഞാൻ ബുക്ക് വായിച്ചിട്ടുണ്ട്. ചിന്തിക്ക് അങ്ങനല്ലേ? ശരിയാണ്, ഭയങ്കര ദേഷ്യം കാണിച്ചു. അതെന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തിനായിരിക്കും? പിങ്കി, നമുക്ക് അപ്പുവിനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? അത് നല്ല ഐഡിയ. കൊള്ളാം. വാ. ഇല്ലേ, ഓഫ് ചെയ്തിട്ട്. ഓക്കെ, സെറ്റായേ. ഓ ഇന്നത്തെ പണിയെല്ലാം തീർന്നു. ഓ വയ്യ. നീ ചോദിക്കേ. അപ്പു ഓ അപ്പു ഓ എന്തേലും നിങ്ങൾ പേര് വിളിച്ച് കളിക്കുന്നതാ? അതല്ല അപ്പു, മണിക്കുട്ട മാമ ഇവിടുന്ന് ഇറങ്ങി പോയില്ലേ, എന്തോ ഒരു ചുറ്റിക്കളിയില്ലേ? ആ അതെനിക്കും തോന്നി. ചുറ്റിക്കളിയാ? ഞാരാമനെ ജയിച്ചാ വയ്യാത്തവനാണ് നിങ്ങൾ ഈ പറയണത്? നിങ്ങൾ വേറെ പണിയൊന്നുമില്ല പിള്ളേരെ? അല്ല അപ്പു, ഒരു ഡൗട്ട്. നിങ്ങൾക്ക് ഇന്ത്യയിൽ പറഞ്ഞ ഡൗട്ട് നോക്ക്. ഇപ്പൊ ഇളക്കിയ നട്ടുവിള വരുന്നുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. അടുക്കള വേറെ പണിയൊന്നുമില്ലേ? അപ്പൊ എല്ലാ പണിയും കഴിഞ്ഞിട്ടാ ഞങ്ങൾ ഇവിടെ വന്നിരിക്കണേ. ചേച്ചി ഒരു പുതപ്പെടുക്കട്ടെ? വേണ്ട വേണ്ടേ? വേണ്ട. ചേട്ടാ ഒരു പുതപ്പെടുക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട. ചേട്ടൻ ആ സ്പാനർ പിടിക്കുന്ന കാണുമ്പോഴേ അറിയാം ഒരു പ്രൊഫഷണൽ മെക്കാനിക് ആണെന്ന് അല്ലേ? മക്കളെ നടന്ന് തളർന്നു വന്നതാണ്. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കും മക്കളെ. തണുത്ത എന്തെങ്കിലും മതി ചേച്ചി. തണുത്തവേ. ഓക്കെ, താങ്ക്സ് ചേച്ചി. ഇതിനകത്ത് എന്തേരെ? മഴക്കാലമൊക്കെ അല്ലാണ് പുതപ്പ് അതുകൊണ്ട് വിൽക്കാൻ വേണ്ടി വന്ന. വിൽക്കാൻ വേണ്ടി വന്നാണോ? ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ പുതപ്പുണ്ട്. പിന്നെ ഇവിടെ വലിയ തണുപ്പൊന്നുമില്ല. ഞാൻ ചേട്ടന്റെ അടുത്തല്ലേ ചേച്ചി സംസാരിക്കണേ. ചേച്ചി എന്തിനാ ചേച്ചി ഇതിന്റെ ഇടയിൽ കയറി പറഞ്ഞ? എന്തോന്ന് വിളിച്ചേ? ചേച്ചി ചേച്ചിന്നാ? ഡോ, ഇത്രയും പ്രായമുള്ള ഈ മനുഷ്യനെ കയറി ചേട്ടാന്ന് വിളിച്ചിട്ട് എന്നെ കയറി ചേച്ചിന്ന് വിളിക്കണം. എനിക്ക് കണ്ണിന് കുഴപ്പമുണ്ടോ? സോറി മാഡം. പിന്നെ ഇദ്ദേഹത്തിനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ ഞാനും മറുപടി പറയും. ഞങ്ങളെ നാട്ടിലെ ആണുങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോ പെണ്ണുങ്ങൾ അങ്ങനെ കയറി മിണ്ടാറില്ല. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മിണ്ട്. ആണുങ്ങൾ തമ്മിൽ സംസാരിക്കട്ടെ. അത് കറക്റ്റ്. വെള്ളം കുടി കൂടി കൂടി. സോറി, ശീലായിപ്പോയി. താങ്ക്സ് ചേച്ചി. ഞാൻ എത്രയോ വീടുകളിൽ കയറി ഇറങ്ങി, ഒരു തുടി വെള്ളമോ ഒന്ന് കയറി ഇരിക്കാൻ പോലും ഇന്നേ വരെ ഒരു വീട്ടിലും പറഞ്ഞിട്ടില്ല. പക്ഷെ ആശാൻ മാസാണ്, മരണമാസ്. ഡേയ്, എനിക്ക് കുറച്ച് മനസാക്ഷിയൊക്കെ ഉള്ളവനാണ് കേട്ടാ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മനസ്സിലായ ആശാനെ? എനിക്ക് ആശാന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ആശാനെ. മാറു മക്കളെ. ഇത് ഞാൻ പുറത്ത് 2000 രൂപയ്ക്ക് വിൽക്കുന്ന പുതപ്പാണ്. അതേനെ ഇത് അനങ്ങാതിരിക്കുന്നത്. പക്ഷേ ആശാൻ ഇപ്പൊ കാണിച്ചില്ലേ മാസിന്, ഞാൻ ഇത് മൊത്തം 10 എണ്ണം ഉണ്ട്. അത് മൊത്തം ഞാൻ ആശാന് 2000 രൂപയ്ക്ക്. വെറും 2000 രൂപയ്ക്ക് 10 എണ്ണോ? അപ്പൊ ചേച്ചി ഇവിടെ നമ്മൾ ഒരു പുതപ്പ് 500 രൂപയ്ക്ക് ഓൺലൈനിൽ ഇട്ട് വിറ്റാലും നമുക്ക് ലാഭമാണ്. മേടിച്ചാലോ? നിനക്കെന്തോ ഭ്രാന്തുണ്ടാടി? വേണ്ട. ഇവിടെ മേടിക്കാടി, കാശുണ്ടോ? നിനക്ക് എന്തിന്റെ കേടാണ്? വേണ്ടെന്ന് പറഞ്ഞില്ലേ ആശാനെ? വേണ്ടേ? വേണം വേണം. വേണ്ട വേണ്ട, പൊയ്ക്കോ. ആശാനെ, നമ്മൾ ആണുങ്ങൾ ഒരു തീരുമാനം എടുത്താ അത് എടുത്തതായിരിക്കണം. അല്ല മക്കളെ, വല്ലാത്ത പ്രതിസന്ധിയാണ്. ഇപ്പൊ എന്തിനു പറയണ നീ? അപ്പൂന് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാ വാങ്ങിച്ചോ. പൈസ ഇല്ല എന്റെ.
പൈസ ഇല്ലേ? അയ്യോ എന്റെ കാശില്ല. എനിക്ക് വാങ്ങാനും താല്പര്യമില്ല. അത് ശരി, 5ന്റെ പൈസയും കയ്യിലില്ല, മജിസ്ട്രേറ്റിന്റെ ഡയലോഗും. എന്റെ സമയം വെറുതെ കളയാനായിട്ട് പണിയൊന്നും ഇല്ലല്ലേ? ആശാനെ എന്റെ കൂടെ പറഞ്ഞ വൈകിട്ടാകുമ്പോ 10,500 തരാം. പറഞ്ഞ ഇവിടെ വാടോ. എന്താ ചേച്ചി? ചേച്ചി തന്റെ ആ. താൻ എന്തോ പറഞ്ഞത്? 10ന്റെ പൈസ ഇല്ലെന്നാ? ആ. ഇതിന്റെ അകത്ത് എത്ര ഷീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ? ഇതിന്റെ അകത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാശില്ലല്ലോ. താൻ കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. എത്ര ഷീറ്റ് ഉണ്ടോ? ഇതിനകത്ത് 10 ഉണ്ട്. തന്റെ ഗൂഗിൾ പേ ഉണ്ടാ? ഇല്ല. ഫോൺ പേ ഉണ്ടാ? ഇല്ല. പിന്നെ എന്തുണ്ടാക്കാനാണോ കൊണ്ടുപോകാൻ നടക്കുന്നത് ഈ ഷീറ്റ് കൊണ്ട്? കയ്യില് കാശ് മാത്രമല്ല, ബാക്കി എല്ലാം ഉണ്ടല്ലേ. ഡി പിങ്കി, നീ പോയി ആ ATM കാർഡ് എടുത്തോണ്ടോ. ഓക്കെ. പിന്നെ ഫോണും പോ. ദാ സാധനം ഇതായിരിക്കും. കാശുണ്ടെങ്കിൽ എത്രയാന്ന് പറഞ്ഞ? 2000. അതെ, 2000. 2000 രൂപ ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തോണ്ട് വരും. എന്നിട്ട് തന്റെ മുമ്പായിട്ട് ഈ ഷീറ്റ് മുഴുവൻ കത്തിച്ചു കളയുന്നു. വാശിയൊക്കെ കൊള്ളാം, പക്ഷെ ആദ്യം കാശ് എടുക്കണം. താൻ കൂടെ ഇനി സംസാരിക്കണ്ട. ചേച്ചി ബാ. മാറടോ. അതെന്താ മാറി? ആശാനെ ഡി ഒരു ആവേശത്തിന് കയറി വെല്ലുവിളിക്കുകയും ചെയ്ത് 2000 രൂപ തികച്ചില്ല. എന്റെ പൊന്ന് ചേച്ചി, ആ കാശിന് വകയില്ലാതെ എന്തിനടി ഇത്രയും ബിൽഡപ്പ് കൊടുത്തത്? എത്ര രൂപ ഉണ്ടെന്നുണ്ടല്ലോ? എടി ബാലൻസ് ഇപ്പൊ നോക്കിയപ്പോ 635 രൂപയേ ഉള്ളൂ. ബാക്കി ഇനി 1365 രൂപ വേണം. എന്ത് ചെയ്യും? കടം കൊടുക്കുകയും ചെയ്തടി ഞാൻ എന്റെ ഫ്രണ്ടിന്. നീ കടം കൊടുത്തോ? ഓ, നിനക്ക് അതിനുള്ള റേഞ്ച് ഒക്കെ ഉണ്ട്. നീ അത് വിട്. ഇനി എന്ത് ചെയ്യൂന്ന് പറ. ഇനിയിപ്പൊ എന്ത് ചെയ്യാന്നൊക്കെ ചോദിച്ചാ തെണ്ടാനാ? പോടി. എടി നീ നിന്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ വിളിക്കേ. എടി 200 10 എന്തെങ്കിലും കിട്ടാനാ പറ. വിളി. അത് നല്ലൊരു ഐഡിയ ആണല്ലോ. വിളിച്ചു നോക്കാല്ലേ? ശരിയാണ്, നോക്കട്ടെ. എല്ലാം ദാരിദ്ര്യവാസികളാണ്. എന്റെ എല്ലാ ഫ്രണ്ട്സ്. ഹലോ അടി റിങ്കി. അതെ അതെ അതെ, നിന്റെ കുറച്ച് പൈസ എടുക്കാനുണ്ടോ? ഒരു 2000 രൂപ. ഇല്ലേ? ഇപ്പൊ എത്രയുണ്ട്? 100? ഒന്ന് അക്കൗണ്ടിലിടോ നീ. ആ ഇപ്പൊ തന്നെ വേണം, അത്യാവശ്യം. ഓക്കെ. 100 രൂപ ഉള്ളൂടി അവളേല്. വേറെ ആരെങ്കിലും ഇവിടെ അങ്ങോട്ട്. നല്ല പണക്കാരെ തന്നെ വിളിക്കണേ. ഹലോ എടാ, ഞാൻ അതെ, എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അല്ല എടാ, എനിക്ക് കുറച്ച് ഒരു 1000 രൂപ എടുക്കാനുണ്ട് അതിൻ്റെ കയ്യില്. ഇല്ലേ? ഇന്ന് എത്രയുണ്ട്? 500 ഉണ്ടോ? ശരി, ഒന്ന് നീ അക്കൗണ്ടിൽ ഒന്ന് ഇട്ട് തരുമോ എനിക്ക്? ഇപ്പൊ വേണം അത്യാവശ്യടാ, പ്ലീസ്. ഓക്കെ. 500 ഇനി ആരെങ്കിലും ഉണ്ടോ വിളിക്കാൻ? ഒരാളെയും കൂടി വിളിച്ചു നോക്കാം, കിട്ടണോ നോക്കട്ടെ. വിളി. ഹലോ ദേവു. എടാ, നിന്റെ അക്കൗണ്ടില് പൈസ വല്ലതും ഉണ്ടോ? ഇല്ലേ? ഒന്നുമില്ല, എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ശരി. ഞാൻ പിന്നെ വിളിക്കാം. ഇല്ല, ദരിദ്രം പിടിച്ച ഫ്രണ്ട്സ് തന്നെ അടി. എന്റെ ബാക്കി എന്ത് ചെയ്യൂന്ന് പറ. എന്റെ ഒരു ഐഡിയ ഉണ്ട്. എന്ത്? ഹലോ കണ്ണാപ്പി. എടാ ഇത് പണിച്ച്. എടാ, എനിക്ക് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നടാ. എനിക്കൊരു 2000 രൂപ വേണം. എന്തിനാ? അയ്യോ അതെ എടാ, നമ്മുടെ അപ്പൂന് വയ്യടാ. അപ്പൂന് വയ്യ. എനിക്ക് അറിഞ്ഞൂടാ, ഭയങ്കര ശ്വാസം മുട്ടല്. അറ്റാക്കാന്ന് തോന്നുന്നു. ആംബുലൻസാ? ആംബുലൻസ് ഒന്നും വേണ്ട. ഞങ്ങള് വിളിച്ചിട്ടുണ്ട്.
പക്ഷേ എന്റെ എടുക്കാൻ കാശില്ലടാ ആശുപത്രി കൊണ്ടുപോവാൻ. ഓ ഇവിടെ ആണെങ്കിൽ ആരുമില്ല. എടാ നീ ഉള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇട്ടുതരോടാ. എടാ എന്റെ അക്കൗണ്ടിലല്ല, എന്റെ ATM കാണാനില്ല. അപ്പൊ ചേച്ചിയുടെ അക്കൗണ്ടിൽ നീ ഇട്ട് തരുമോ? അവളെ നമ്പർ ഉണ്ടല്ലോ. ഓ ഇട്ടേ. ശരിടാ. ഓക്കേടാ. ഓക്കെ, താങ്ക് യുടാ. താങ്ക് യു സോ മച്ച്. ഇതാണ് എന്റെ ഫ്രണ്ട്സ്, മനസ്സിലായോ? അയ്യോ നീ വാ ചേച്ചി. ആരൊക്കെ ഇട്ടെന്ന് നോക്കട്ടെ. ഇനി കാശ് എടുത്തിട്ട് അവന്റെ മുഖത്തോട്ട് വലിച്ചങ്ങ് ഇറങ്ങിക്കണം. അതെ, കടല വാ. ഇപ്പൊ ഞാൻ വരുമോ? എത്ര നേരമായി? ഒരുപാട് നേരം കൊണ്ട് ഞാൻ നിൽക്കുക പോസ്റ്റ് അടിച്ച്. പോയിരിക്കല്ലേ നീ ധൃതിയാക്കി ഇപ്പം വരും. വലിയ അഭിമാനികളായിരുന്നല്ലോ, എവിടെ? അപ്പോ അപ്പൂനല്ലേ ഇവ ആദ്യം ഇൻസൾട്ട് ചെയ്തേ. കോട് എന്താടാ എന്റെ പിള്ളേരെ കണ്ട? നമ്മളെ ആരെയും മുമ്പേയും താഴൂല കണ്ട. കാശെന്ന് ഞാൻ അങ്ങ് പോവായിരുന്നു. കാശെന്ന് എന്നാ ഇതെവിടെ? എന്തിനാ ഈ കാശ്? ഇത് നമ്മളെ അഭിമാനത്തിന്റെ കാര്യമാണ്. ഇവൻ നമ്മളെ ഒരുപാട് അപമാനിച്ചു. ഇവനെ പുതപ്പ് വിൽക്കാണെന്നായിരിക്കും അല്ലേ? അതെ, ഒരു പുതപ്പിന് 2000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളത് വാങ്ങിച്ചില്ല. അപ്പോഴവൻ പറഞ്ഞു 2000 രൂപയ്ക്ക് 10 പുതപ്പ് തരാമെന്ന് അല്ലേ? നിങ്ങളത് സമ്മതിച്ചു. പക്ഷെ കൈ കാശില്ല അല്ലേ? ആ കാശിനായിട്ട് നിങ്ങൾ പുറത്തൊക്കെ പോയി തെണ്ടി തിരിഞ്ഞ് കാശും കൊണ്ട് വന്നിരിക്കുന്നു. ആ കാശാണല്ലേ ഈ കാശ്. തന്നെ മാമ. മാമ ജോത്സ്യം പഠിച്ചിട്ടുണ്ടോ? അല്ലേടാ മക്കളെ, അവര് കാശ് തന്നല്ലേ സാറ്. ഇതിന്റെ ഇടയിൽ വല്ലതും പറയേണ്ട കാര്യമുണ്ട്? കാര്യമുണ്ടാ? ഇതെന്റെ വീടും കുടുംബമാ. നിന്റെ തുണി ഇവിടെ വേണ്ട, നീ പോടാ. ആ സാർ ഇതിന്റെ ഇടയിൽ നിന്ന് കാശ് അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണല്ലേ? കുട്ടാ നീ പൈസ കൊടുത്തൊരു സാധനം വാങ്ങി മാമ. അത് വേണ്ട. കാശ് എന്നാ ഞാനങ്ങ് പോവായിരുന്നു. ആ തുണി ഇതായിരിക്കുന്നു. മോനെ, പുലിനട വീട് പുലിനട വീടെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. പുലിനട വീട്ടിൽ മണിക്കുട്ടൻ. ആരാ? ഞാൻ തന്നെടാ. പുലിയുടെ വീട്ടിൽ മണിക്കുട്ടൻ ഗുരുക്കൾ. അത് ഞാൻ തന്നെ. പുലിയുടെ വീട്ടിൽ മണിക്കുട്ടൻ കളരി ഗുരുക്കൾ. അത് ഞാൻ തന്നെ. പുലിയുടെ വീട്ടിൽ ഭാർഗവൻപിള്ള മകൻ മണിക്കുട്ടൻ കുരുക്കള. അത് ഞാൻ തന്നെ. അതെ, നിങ്ങൾക്കെല്ലാവർക്കും പുലിനട വീട്ടിൽ മണിക്കുട്ടനെ മാത്രമേ അറിയൂ. SI മണിക്കുട്ടനെ നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞു. എടാ ഞാന് 10 വരെ എണ്ണും. അതിനകം ഇവരോട് മാപ്പ് പറഞ്ഞ സ്ഥലം വിട്ടില്ലെങ്കിൽ IPC 216, 418, 496, 1922, 2022 കേസ് ചാർജ് നിന്നെ ഞാൻ അകത്താക്കും. പിന്നെ നീ പുറലോകം കാണത്തില്ല. വേണോ? വേണ്ട. അയ്യോ മാമ. മാമ മാമ പുളിയല്ലേട്ടാ. എന്തോ മാമ തകർത്ത് കളഞ്ഞില്ലേ? മാമ ഇല്ലായിരുന്നെങ്കിൽ ഈ 2000 രൂപ വെള്ളത്തിൽ പോയ. അല്ല മാമ, മാമ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞേ? മാമൻ ഇതെങ്ങനെ അറിഞ്ഞെന്ന്? പണ്ട് ഇതുപോലെ ഒരുത്ത എന്നെ വന്ന് പറ്റിച്ചിട്ട് പോയി. അപ്പൊ ഇതേതായാലും എന്റെ പോക്കറ്റിൽ എന്തോന്ന്? എന്റെ പോക്കറ്റിൽ. അയ്യോ, ഞാൻ തെണ്ടിപ്പറക്കി വാങ്ങിച്ച പൈസയാണ്. അയ്യോ, തിരിച്ചിട്ട് കൊടുക്കണം എല്ലാത്തിനും. പിള്ളേരെ പൈസ ഞാനേ പോലീസ് അന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചു കേട്ടോ. മണ്ടന്നല്ലേ?